എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്ന് നാം വായനയ്ക്കും ചിന്തയ്ക്കുമായി എടുക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 12 മുതലുള്ള വാക്യങ്ങളാണ്. 12-ാം വാക്യത്തിൽ ഒരു വ്യക്തിയെ അശുദ്ധനാക്കുന്നത് ഭക്ഷണമല്ല, മറിച്ച് അവന്റെ വായിൽ നിന്ന് വരുന്നതാണ് എന്ന് യേശുക്രിസ്തു തന്റെ ചുറ്റും കൂടി നിന്ന ആളുകളോട് പറഞ്ഞ ശേഷം കർത്താവ് പരീശന്മാരുടെ കാപട്യം തുറന്നു കാട്ടിയപ്പോൾ യേശുക്രിസ്തു തന്റെ വാക്കുകളാൽ പരീശന്മാരെ എത്രമാത്രം വ്രണപ്പെടുത്തി എന്നതിനെക്കുറിച്ച് കർത്താവിന്റെ ശിഷ്യന്മാർ ആകുലരാകുന്നതായി നാം കാണുന്നു. പരീശന്മാർ അസ്വസ്ഥരാണെന്ന് അറിയാമോ എന്ന് ശിഷ്യന്മാർ തങ്ങളുടെ ഗുരുവായ യേശു കർത്താവിനോട് ചോദിക്കുന്നു. ക്രിസ്തു യേശുവും പരീശന്മാരും തമ്മിലുള്ള സംഘർഷം എത്ര വലുതാണെന്ന് ശിഷ്യന്മാർ മനസ്സിലാക്കാൻ തുടങ്ങി എന്ന് ഈ വാക്യം വ്യക്തമാക്കുന്നു. അതിന് മറുപടിയായി 2 ഉപമകളിലൂടെ കപടഭക്തരായ പരീശന്മാരെ കുറിച്ച് കർത്താവ് തന്റെ ശിഷ്യന്മാരോട് പ്രസ്താവിക്കുന്നത് നാം 13-14 വാക്യങ്ങളിൽ കാണുന്നു. എന്റെ സ്വർഗസ്ഥനായ പിതാവ് നടാത്ത എല്ലാ ചെടികളും പിഴുതെറിയപ്പെടും എന്ന് കർത്താവ് പറയുമ്പോൾ പിതാവായ ദൈവത്തെ ഒരു കർഷകനോട് സാദൃശ്യപ്പെടുത്തുകയും തന്റെ സ്വന്തം തോട്ടത്തിൽ ആ കർഷകൻ നടാത്ത എല്ലാ ചെടികളും പിഴുതെറിയുക എന്ന നടപടി സ്വീകരിക്കുന്നതായും കർത്താവ് പറയുന്നു. ഇവിടെ ചെടികൾ നടുന്ന തോട്ടം എന്നത് സ്വർഗരാജ്യത്തെയും ദൈവത്തിന്റെ വ്യവസ്ഥകൾക്കനുസൃതമായി ദൈവരാജ്യം അന്വേഷിക്കുന്നതിൽ പരാജയപ്പെട്ട് ദൈവത്തോട് മത്സരിക്കുന്ന പരീശന്മാരെ കർഷകന്റേതല്ലാത്ത ചെടികൾ എന്നും കർത്താവ് സൂചിപ്പിക്കുന്നു. പിതാവ് അവരെ ദൈവരാജ്യത്തിൽ നട്ടുപിടിപ്പിക്കാത്തതിനാൽ പരീശന്മാർ പിഴുതെറിയപ്പെടാൻ പോവുകയാണ് എന്നത് മത്തായി സുവിശേഷം 13-ാം അധ്യായം 37 മുതൽ 43 വരെയുള്ള വാക്യങ്ങളിൽ നാം മുമ്പ് വായിച്ച ഗോതമ്പിന്റെയും കളകളുടെയും ഉപമയിൽ കളകൾ പിഴുതെറിയപ്പെടുന്നത് പോലെ ദൈവത്താൽ പരീശന്മാർ പുറന്തള്ളപ്പെടും എന്നതിനെ കർത്താവ് ഇവിടെ സൂചിപ്പിക്കുന്നു. ഈ ജനത്തെ നടത്തുന്നവർ അവരെ തെറ്റിച്ചു കളയുന്നു, അവരാൽ നടത്തപ്പെടുന്നവർ നശിച്ചു പോകുന്നു എന്ന് യേശയ്യാ പ്രവചനം 9-ാം അധ്യായം 16-ാം വാക്യത്തിൽ ഇസ്രായേൽ ജനത്തിന്റെ നേതാക്കന്മാർ ജനത്തെ തെറ്റിച്ചു കളയുന്നതും അവരുടെ അനുഗാമികളായ ജനം നശിച്ചു പോകുന്നു എന്നതുകൊണ്ട് ഇസ്രായേൽ മത നേതൃത്വത്തോടുള്ള ദൈവത്തിന്റെ അനിഷ്ടവും രേഖപ്പെടുത്തിയിരിക്കുന്നു. പരീശന്മാരെ അവഗണിക്കാനും അവർ പറഞ്ഞതിനെക്കുറിച്ചോ ചെയ്തതിനെക്കുറിച്ചോ വിഷമിക്കേണ്ടതില്ലെന്നും യേശു കർത്താവ് തന്റെ ശിഷ്യന്മാരെ ഉപദേശിച്ചുകൊണ്ട് അവരെ വെറുതെ വിടുക, അവർ അന്ധരായ വഴികാട്ടികളാണ്, അന്ധൻ അന്ധനെ നയിച്ചാൽ 2 പേരും കുഴിയിൽ വീഴും എന്ന മറ്റൊരു ഉപമ കൂടി പറയുന്നതായി 14-ാം വാക്യത്തിൽ നാം കാണുന്നു. ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായം 39-ാം വാക്യം കൂടി നാം ചേർത്ത് പഠിച്ചാൽ ഇത് ഉപമയായി തന്നെ കർത്താവ് പറഞ്ഞതാണെന്ന് വ്യക്തമാണ്. കർത്താവ് പരീശന്മാരെ കുറിച്ച് ഇവിടെ പറഞ്ഞ ഉപമയുടെ അർത്ഥം എന്താണെന്ന് ശ്രദ്ധിക്കാം. ആ കാലത്ത് യഹൂദമതത്തിന്റെ ഏറ്റവും ബഹുമാനിക്കപ്പെട്ടിരുന്നവരായിരുന്ന പരീശന്മാർ ബാബിലോണിയൻ പ്രവാസത്തിൽ നിന്ന് ഇസ്രായേൽ മടങ്ങിയെത്തിയപ്പോൾ യഹൂദ്യയിലുടനീളം തിരുവെഴുത്തുകളും ദൈവകൽപ്പനകളും പുനഃസ്ഥാപിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചവരാണ്. എങ്ങനെ ദൈവകൽപ്പന പ്രകാരം ജീവിക്കാമെന്ന് മനസ്സിലാക്കാൻ ഇസ്രായേൽ ജനം പരീശന്മാരിലേക്കും അവരുടെ മാതൃകയിലേക്കും നോക്കി പഠിച്ചിരുന്നു. എന്നാൽ പരീശന്മാർ ദൈവവചനത്തെയും മിശിഹായായ ക്രിസ്തുയേശുവിനെയും ആത്മീയമായി കാണാൻ കഴിയാതെ വണ്ണം അവരുടെ കണ്ണുകൾ അന്ധമായിരുന്നു. പരീശന്മാർ ഇസ്രായേൽ ജനങ്ങളുടെ ഇടയിൽ നേതാക്കന്മാരായിരുന്നു. എന്നാൽ ആത്മീയമായി അന്ധരായ ആളുകളെ നയിക്കുന്ന അവർ സ്വയം ആത്മീയമായി അന്ധതയുള്ളവരായിരുന്നു എന്നാണ് കർത്താവ് ഇവിടെ വ്യക്തമാക്കുന്നത്. ഒരു മനുഷ്യനെ അശുദ്ധനാക്കുന്നതിനെ കുറിച്ച് കർത്താവ് ജനക്കൂട്ടത്തോട് പറഞ്ഞ ഉപമ അവർക്ക് വിശദീകരിച്ച് തരയണം എന്ന് പത്രോസ് കർത്താവിനോട് ആവശ്യപ്പെടുന്നതായും മറുപടിയായി അവരുടെ അജ്ഞത നിമിത്തം ആശ്ചര്യപ്പെട്ടും അതൃപ്തിപ്പെട്ടും കൊണ്ട് അവരെ ശാസിച്ച് കർത്താവ് അവരോട് നിങ്ങളും ഇതുവരെ ഗ്രഹിക്കുന്നില്ലയോ എന്ന് ചോദിക്കുന്നതായും 15-16 വാക്യങ്ങളിൽ നാം വായിക്കുന്നു. 17 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ മത്തായി സുവിശേഷം 15-ാം അധ്യായം 11-ാം വാക്യത്തിൽ കർത്താവ് പറഞ്ഞ വായിൽ നിന്ന് വരുന്നതാണ് മനുഷ്യനെ അശുദ്ധമാക്കുന്നത്, അല്ലാതെ ഉള്ളിലേക്ക് പോകുന്നതല്ല എന്ന ഉപമയുടെ അർത്ഥം വ്യക്തമാക്കിക്കൊണ്ട് യേശുക്രിസ്തു ശിഷ്യന്മാരോട് വിശദീകരിക്കാൻ തുടങ്ങുന്നതായി കാണാം. ഒരു വ്യക്തി കഴിക്കുന്ന ഭക്ഷണം വായിലൂടെ വയറ്റിലേക്കും മറപ്പുരയിലേക്കും പോകുന്നു എന്ന് മനസ്സിലാക്കാൻ യേശു കർത്താവ് അവരോട് ആവശ്യപ്പെടുന്നു. അതായത് ഭക്ഷണം എന്നത് കേവലം ഒരു ശാരീരിക പ്രക്രിയയാണെന്നും അതൊരു വ്യക്തിയുടെ ദേഹിയെയോ ആത്മാവിനെയോ സ്പർശിക്കുന്നില്ല, അഥവാ ഒരു വ്യക്തിയെ പാപിയാക്കാൻ ഭക്ഷണം കാരണമാകുന്നില്ല എന്ന് കർത്താവ് വ്യക്തമാക്കുന്നു. എന്നാൽ ഒരുവന്റെ വായിൽ നിന്ന് പുറപ്പെടുന്നവ അഥവാ സംസാരിക്കുന്ന വാക്കുകൾ അവന്റെ ഹൃദയത്തിൽ നിന്നാണ്. അത് ഒരു വ്യക്തിയെ അശുദ്ധനാക്കുന്നു. അതായത് ഒരു വ്യക്തി പറയുന്ന വാക്കുകളിലൂടെയാണ് അവന്റെ ഉള്ളിൽ വസിക്കുന്ന അശുദ്ധി വെളിപ്പെടുന്നത്, അല്ലാതെ ഭൗതികമായ ഭക്ഷണപദാർത്ഥങ്ങളല്ല എന്ന് കർത്താവ് വ്യക്തമാക്കുന്നു. മനുഷ്യ ഹൃദയങ്ങളിൽ വസിക്കുന്ന മലിനതയുടെ ഉദാഹരണങ്ങളുടെ ഒരു പട്ടിക തന്നെ കർത്താവ് നൽകുന്നത് 19-ാം വാക്യത്തിൽ നാം കാണുന്നു. ദുഷിച്ച ചിന്തകൾ, കൊലപാതകം, വ്യഭിചാരം, അധാർമിക ലൈംഗിക പ്രവൃത്തികൾ, മോഷണം, വ്യാജസത്യങ്ങൾ, അന്യരെക്കുറിച്ച് അപകീർത്തികരമായ പ്രസ്താവനകൾ എന്നിവയാണ് സ്വാഭാവികമായി മനുഷ്യഹൃദയങ്ങളിൽ വസിക്കുന്നതും സംസാരിക്കുന്ന വാക്കുകളാൽ വെളിപ്പെടുന്നതും എന്ന് കർത്താവ് ചൂണ്ടിക്കാണിക്കുന്നു.
മനുഷ്യരുടെ വാക്കുകളും പ്രവൃത്തികളും വെളിപ്പെടുത്തുന്ന അവരുടെ ഉള്ളിലെ തിന്മയാണ് അശുദ്ധമെന്നും കഴുകാത്ത കൈകൊണ്ട് ഭക്ഷണം കഴിക്കുന്നത് ആരെയും അശുദ്ധമാക്കില്ലെന്നും തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞുകൊണ്ടാണ് യേശുക്രിസ്തു പരീശന്മാരോട് പറഞ്ഞതിൻ്റെ അർത്ഥം വ്യക്തമാക്കുന്ന തൻ്റെ പ്രസ്താവന അവസാനിപ്പിക്കുന്നത്. ഹൃദയം എല്ലാറ്റിനേക്കാളും കപടവും വിഷമവുമുള്ളത്, അത് ആരാഞ്ഞറിയുന്നവൻ ആർ എന്ന് യിരെമ്യാ പ്രവചനം 17-ാം അധ്യായം 9-ാം വാക്യത്തിൽ നാം വായിക്കുന്നു. മത്തായി സുവിശേഷം 15-ാം അധ്യായം 21 മുതൽ 28 വരെയുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നത് യേശുക്രിസ്തു സോർ സീദോൻ എന്ന പ്രദേശത്തേക്ക് പോകുമ്പോൾ ഒരു കാനാന്യ സ്ത്രീ പിശാചിനാൽ ഉപദ്രവിക്കപ്പെടുന്ന തന്റെ മകൾക്കായി കർത്താവിനോട് കരഞ്ഞപേക്ഷിക്കുന്നതാണ്. ആദ്യം യേശുക്രിസ്തു അവളോട് പ്രതികരിക്കാതെ നിശബ്ദനാകുന്നു. എന്നാൽ ശിഷ്യന്മാർ തങ്ങളുടെ പിന്നാലെ നിലവിളിച്ചു കൊണ്ടുവരുന്ന ആ സ്ത്രീയെ വിട്ടയക്കണമെന്ന് കർത്താവിനോട് അപേക്ഷിക്കുന്നു. അതിന് യേശു കർത്താവ് താൻ ഇസ്രയേൽ ജനത്തിന്റെ അടുത്തേക്ക് മാത്രമേ അയക്കപ്പെട്ടിട്ടുള്ളൂ എന്ന് പറയുന്നു. എന്നാൽ ആ സ്ത്രീ അതിനുശേഷവും വിനീതമായി യേശുവിനെ ആരാധിച്ചുകൊണ്ട് സഹായം തേടുന്നു എന്ന് നാം കാണുന്നു. മക്കൾക്കുള്ള അപ്പമെടുത്ത് വളർത്തുനായ്ക്കൾക്ക് കൊടുക്കുന്നത് ശരിയല്ല എന്ന് ഒരു ഉപമയിലൂടെ യേശു കർത്താവ് അവളെ പരീക്ഷിക്കുമ്പോഴും അവളുടെ വിശ്വാസം ദൃഢമാണെന്ന് കാണിച്ചുകൊണ്ട് ആ സ്ത്രീ, അതേ കർത്താവെ, നായ്ക്കുട്ടികളും ഉടയവരുടെ മേശയിൽ നിന്ന് വീഴുന്ന നുറുക്കുകൾ തിന്നുന്നുണ്ടല്ലോ എന്ന് മറുപടി നൽകുന്നു. അത് കണ്ട് യേശുക്രിസ്തു അവളുടെ മഹത്തായ വിശ്വാസത്തെ പ്രശംസിച്ചുകൊണ്ട് ആ സ്ത്രീയുടെ മകളെ അവളുടെ ആഗ്രഹം പോലെ തന്നെ തൽക്ഷണം സൗഖ്യമാക്കുന്നു എന്ന് നാം വായിക്കുന്നു. ഈ വാക്യങ്ങളിൽ കർത്താവ് പറയുന്ന ഉപമയുടെ അർത്ഥം ഒന്ന് ശ്രദ്ധിക്കാം. 26-ാം വാക്യത്തിൽ മക്കൾ എന്നതുകൊണ്ട് ഇസ്രയേൽ എന്ന ദൈവജനത്തെയാണ് സൂചിപ്പിക്കുന്നത്. മനുഷ്യാവതാര സമയത്ത് യേശുവിന്റെ ഭൂമിയിലെ ശുശ്രൂഷയുടെ പ്രധാന ദൗത്യം ആദ്യം യഹൂദ ജനത്തിങ്കിലേക്ക് ചെല്ലുക എന്നുള്ളതായിരുന്നു. മക്കളുടെ അപ്പം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അബ്രഹാമിന്റെ ജഡപ്രകാരമുള്ള മക്കളായ യഹൂദരെയും അവർക്ക് വാഗ്ദത്തം ചെയ്യപ്പെട്ടിരുന്ന ദൈവത്തിന്റെ സകല അനുഗ്രഹങ്ങളെയും സൂചിപ്പിക്കുന്നു. നായ്ക്കുട്ടികൾ എന്നതുകൊണ്ട് യഹൂദരല്ലാത്ത ജാതികളുടെ പ്രത്യാശയില്ലാത്ത അവസ്ഥയെ സൂചിപ്പിക്കുന്നു. അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു എന്ന് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 11 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നു. അങ്ങനെ യേശുക്രിസ്തു ഇസ്രയേൽ ജനത്തിലേക്ക് വന്നിട്ടും സ്വീകരിക്കപ്പെടാതെ തള്ളിക്കളയപ്പെട്ടതും എന്നാൽ ഇനി ഏത് വിജാതീയനും അവനെ കൈക്കൊണ്ടാൽ ദൈവമക്കളാവാം എന്ന് ദൈവം അധികാരം നൽകപ്പെട്ടു എന്നും വ്യക്തമാക്കുന്നു. കർത്താവിന്റെ പീഡാസഹനം, മരണം, പുനരുദ്ധാനം എന്നിവയ്ക്ക് ശേഷം ശിഷ്യന്മാർക്ക് എല്ലാ ജാതികളോടും സുവിശേഷം അറിയിക്കാനായി കർത്താവ് ദൗത്യം നൽകിയെന്ന് മത്തായി സുവിശേഷം 28-ാം അധ്യായം 19-ാം വാക്യം, അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായം 8-ാം വാക്യം എന്നിവിടങ്ങളിൽ നാം വായിക്കുന്നു. അങ്ങനെ ക്രിസ്തുയേശുവിൽ വിശ്വസിക്കുന്ന സകല വിജാതീയരും ദൈവരാജ്യത്തിൽ ഉൾപ്പെടുന്നു എന്ന് വ്യക്തമാണ്. വിശ്വസിക്കുന്ന ഏവനും ആദ്യം യഹൂദനും പിന്നെ യവനനും അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നു എന്ന് റോമാലേഖനം 1-ാം അധ്യായം 6-ാം വാക്യത്തിൽ സുവിശേഷത്തെക്കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ രേഖപ്പെടുത്തുന്നു. ചുരുക്കത്തിൽ യേശു കർത്താവ് കാനാന്യ സ്ത്രീയുമായി നടത്തിയ സംഭാഷണത്തിൽ അവളെ അധിക്ഷേപിക്കുകയോ അപമാനിക്കുകയോ ചെയ്തതല്ല, മറിച്ച് അവളുടെ വിശ്വാസത്തെ പരീക്ഷിച്ചറിയുകയും തന്റെ ശുശ്രൂഷയുടെ പ്രത്യേകത വ്യക്തമാക്കുകയും ആ സ്ത്രീയുടെ വിശ്വാസം വലിയതെന്ന് പരീക്ഷിച്ചറിഞ്ഞ ശേഷം അവളെ പ്രശംസിക്കുകയും തന്നിലൂടെ ദൈവരാജ്യത്തിലേക്ക് ആദ്യം യഹൂദരും പിന്നെ വിജാതീയരും ഉൾപ്പെടുമെന്ന വലിയ സന്ദേശം പഠിപ്പിക്കുകയും ചെയ്യുകയായിരുന്നു. എന്റെ രക്ഷ ഭൂമിയുടെ അറ്റത്തോളം എത്തേണ്ടതിന് ഞാൻ നിന്നെ ജാതികൾക്ക് പ്രകാശമാക്കി വെച്ചിരിക്കുന്നു എന്ന് യേശയ്യാ പ്രവചനം 49-ാം അധ്യായം 6-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ ആദ്യം യഹൂദ ജനത്തിനിടയിലേക്ക് വരുന്ന മിശിഹ സർവ്വലോകത്തിന്റെ രക്ഷ ആയി മാറി എന്ന് തിരുവെഴുത്തുകളും ചരിത്രവും വെളിപ്പെടുത്തുന്നു. മത്തായി സുവിശേഷം 15-ാം അധ്യായം 29 മുതൽ 39 വരെയുള്ള വാക്യങ്ങളിൽ യേശു കർത്താവ് ഗലീല കടലരികിലെ മലമുകളിൽ ഇരുന്നപ്പോൾ വലിയ ജനക്കൂട്ടം നാനാവിധ രോഗികളെ കർത്താവിന്റെ അടുക്കിലേക്ക് കൊണ്ടുവന്നു എന്നും കർത്താവ് അവരെ സൗഖ്യമാക്കിയെന്നും ജനങ്ങൾ രോഗസൗഖ്യവും അത്ഭുതങ്ങളും കണ്ട് ആശ്ചര്യപ്പെട്ട് ഇസ്രയേലിന്റെ ദൈവത്തെ മഹത്വപ്പെടുത്തി എന്നും നാം വായിക്കുന്നു. അതിനുശേഷം 3 ദിവസമായി തനിക്കൊപ്പം ഉണ്ടായിരുന്ന പുരുഷാരത്തിന് ഭക്ഷണം ഇല്ലാത്തതിനാൽ യേശുക്രിസ്തുവിന് അവരോട് ദയ തോന്നിയെന്നും ഒരിക്കൽ കൂടി ശിഷ്യന്മാരുടെ പക്കലുണ്ടായിരുന്ന 7 അപ്പം, കുറെ ചെറുമീൻ എന്നിവ കൊണ്ട് കർത്താവ് അപ്പം വർദ്ധിപ്പിക്കുന്ന വലിയ അത്ഭുതം ചെയ്യുകയും സ്ത്രീകളും കുട്ടികളും 4000 പുരുഷന്മാർക്ക് ഭക്ഷണം നൽകുകയും ചെയ്തു എന്ന് നാം വായിക്കുന്നു. എല്ലാവരും തിന്ന് തൃപ്തരായ ശേഷം ശേഷിച്ച അപ്പകഷ്ണങ്ങൾ 7 കുട്ടകൾ നിറച്ചെടുത്തു എന്ന് നാം കാണുന്നു. പിന്നീട് യേശു കർത്താവ് പുരുഷാരത്തെ പറഞ്ഞയച്ച ശേഷം പടകിൽ കയറി മഗദാ ദേശത്തേക്ക് പുറപ്പെട്ടു എന്ന് നാം വായിക്കുന്നു. യേശുക്രിസ്തു മുമ്പ് യഹൂദരുടെ ജനക്കൂട്ടത്തെ അത്ഭുതകരമായി അപ്പം വർദ്ധിപ്പിച്ചുകൊണ്ട് പോഷിപ്പിച്ചപ്പോൾ 12 കുട്ടകൾ ശേഷിച്ചതിന് പകരം ഇവിടെ ശേഷിച്ച അപ്പം 7 വലിയ കുട്ടകളിൽ നിറച്ചതായി നാം കാണുന്നു. നേരത്തെ കർത്താവ് അപ്പം വർദ്ധിപ്പിക്കുന്ന അത്ഭുതത്തിൽ നാം കണ്ടതുപോലെ 12 കുട്ടകളുടെ പ്രാധാന്യം താൻ ഇസ്രയേലിലെ 12 ഗോത്രങ്ങളെ പുനഃസ്ഥാപിക്കാൻ വന്ന മിശിഹ ആകുന്നു എന്നതിനെ പ്രതിനിധീകരിക്കുന്നതായിരുന്നു. എന്നാൽ 7 എന്ന സംഖ്യ
സമ്പൂർണത അഥവാ പൂർണ്ണതയെ സൂചിപ്പിക്കുന്നു എന്ന് മറ്റു തിരുവെഴുത്തുകളിലും ഹെബ്രായ സംസ്കാരത്തിലും നാം കാണും. യേശു കർത്താവ് വിജാതീയരായ ജനക്കൂട്ടത്തിന് ഭക്ഷണം നൽകിയപ്പോൾ അവശേഷിക്കുന്ന 7 കുട്ടകളുടെ പ്രാധാന്യം ക്രിസ്തു അവരെയും വീണ്ടെടുത്ത് തന്റെ രാജ്യത്തിൽ ഉൾപ്പെടുത്തുമെന്നതിലൂടെ തന്റെ മാനവരക്ഷാ പദ്ധതിയുടെ പൂർണ്ണതയെ പ്രതീകമായി ഇവിടെ കാണിക്കുകയാണ്. യേശു ക്രിസ്തു വന്നത് ആദ്യം യഹൂദരുടെ അടുത്താണെങ്കിലും പിന്നീട് തന്റെ ശിഷ്യരായ അപ്പോസ്തലരുടെ സുവിശേഷം വഴി മുഴുവൻ ലോകത്തെയും വീണ്ടെടുക്കുക എന്ന ദൈവിക പദ്ധതി പൂർണ്ണമാവുന്നു എന്നതാണ് ശേഷിച്ച 7 കുട്ടകൾ പ്രതീകാത്മകമായി ഇവിടെ കാണിക്കുന്നത്. ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ.